ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനിവിടെ കാണിക്കാൻ പോകുന്നത് 4 to 5 വയസ്സ് വരെയുള്ള കുഞ്ഞുങ്ങളുടെ ഉടുപ്പ് എങ്ങനെ തയ്ക്കുക എന്നുള്ളതാണ് കാണിച്ചു തരുന്നത് കേട്ടോ. നമുക്ക് കമൻറ്റ് ചെയ്തായിരുന്നു 5 വയസ്സിനുള്ള കുഞ്ഞുങ്ങൾക്കുള്ള ഒരു ഉടുപ്പ് തയ്ക്കുന്നത് എങ്ങനെയാണെന്നുള്ളത് കമൻറ്റ് ചെയ്തായിരുന്നു. അപ്പം നമ്മളത് തയ്ച്ച് വെച്ചിട്ടുണ്ട്. അതിൻ്റെ ബാക്കിയുള്ളത് പറഞ്ഞു തരാം കേട്ടോ നിങ്ങൾക്ക്. അതിന് ഞാൻ ആദ്യം എടുത്തിരിക്കുന്നത് ലെങ്ത്ത് 9.5 ഇഞ്ചാണ്, പ്ലസ് 1.5 ഇഞ്ച് തയ്യൽ തുമ്പ് കേട്ടോ. ലെങ്ത്ത് നമ്മൾ ബോഡിയുടെ പാർട്ടിൻ്റെയാണ് അളവ് പറഞ്ഞു തരുന്നത്. അതിനുശേഷം പിന്നെ നമ്മൾ ചെസ്റ്റ് എത്രയാണോ അതിൽ കൂടെ 1.5 ഇഞ്ച് ലൂസും 1.5 ഇഞ്ച് തയ്യൽ തുമ്പും കൂട്ടിയിട്ട് നമ്മൾ അളന്നെടുക്കുക കേട്ടോ. വേസ്റ്റ് ഭാഗവും ആ അത്ര തന്നെ വേണ്ടുള്ളൂ, കാരണം കുട്ടികൾക്ക് അത്ര ഷേപ്പിൻ്റെ അതൊന്നും ആവശ്യമില്ലല്ലോ. അതുകൊണ്ട് ആ ഒരളവ് എടുക്കുക കേട്ടോ. എന്നതിന് ശേഷം നമ്മൾ താഴേക്കുള്ളത് പാവാടയുടെ സ്കേർട്ടിൻ്റെ അളവ് എത്രയാണോ ഇറക്കം അതിൽ കൂടെ 1 ഇഞ്ച് കൂട്ടിയാൽ മതി തയ്യൽ തുമ്പ് കേട്ടോ. എന്നിട്ട് മടക്കി അടിക്കാനോ അത്രേ വേണ്ടുള്ളൂ. 1-1.5 എടുത്താൽ മതി. അതാണ് അളവ് എടുത്തിരിക്കുന്നത് കേട്ടോ. ഇത്രയും അളവ് എടുത്തിട്ട് നമുക്ക് അതിൻ്റെ നെക്കിൻ്റെ അളവ് 1.5 ഇഞ്ചാണ് എടുത്തിരിക്കുന്നത്. ഇറക്കം 3 ഇഞ്ച് എടുത്തിട്ടുണ്ട്. പിന്നെ കൈക്കുഴി ഒരു 4.5 ഇഞ്ച് എടുത്താൽ മതി കേട്ടോ. ഇത്രയും അളവുകളാണ് വേണ്ടത്. എന്നിട്ട് അതിനൊന്ന് വളച്ച് വരയ്ക്കുക, അത്രയേ വേണ്ടുള്ളൂ. ഇപ്പോൾ ബാക്കിൽ നമ്മൾ സിബ്ബാണ് വെച്ചിരിക്കുന്നത് കേട്ടോ. പിന്നെ നമ്മൾ ഫ്രണ്ടിൽ ക്രൈപ്പ് തുണി എടുത്തിരിക്കുന്നത്, അതിൻ്റെ ലൈനിങ്ങും ബാക്കിൽ ക്രൈപ്പും തുണിയും ലൈനിങ്ങും മാത്രമേ ചേർത്തിട്ടുള്ളൂ, നെറ്റ് ചേർത്തിട്ടില്ല. ഫ്രണ്ടിലാണെന്ന് വെച്ചാൽ നമ്മൾ ക്രൈപ്പ് തുണിയിൽ ലൈനിങ് പിടിപ്പിച്ചതിന് ശേഷം അതിൽ ഫ്രണ്ടിൽ നമ്മൾ ലൈസ് അങ്ങനെ ഞൊറിയിട്ടിട്ട് കൊടുത്തിരിക്കുന്നുണ്ട് ഫ്രണ്ടിൽ. പിന്നെ അതിന് ശേഷം പിന്നെ അതിൻ്റെ ഫ്രണ്ടിൽ ഒരു ഡിസൈൻ കൊടുത്തിട്ടുണ്ട്. അത് നമ്മൾ നേരത്തെ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ അത് നിങ്ങൾ കാണുക കേട്ടോ. അതിൻ്റെ ഒരു ഡിസൈൻ കൊടുക്കുന്നത് വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതിന് ശേഷം നമ്മൾ സ്കേർട്ടിലേക്കുള്ള ആ ഒരു പിന്നെ അടിയിലൊരു പ്രില്ല് പോലെ കൊടുക്കുന്നുണ്ട്. അതിനുള്ള ഡിസൈനാണ് നമ്മളിപ്പോൾ ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിന് നമ്മൾ 3.5 ഇഞ്ച്, 1 മീറ്റർ തുണീനെ 3.5 ഇഞ്ച് അളന്നതിന് ശേഷം ആ 3.5 ഇഞ്ച് എത്രയാണ് കിട്ടുന്നത് വെച്ചാൽ അത്രയും പീസ് എടുക്കുക. കാരണം പ്രില്ല് വയ്ക്കാൻ നിറയെ തുണി ആവശ്യമാണ്. അപ്പോൾ ആ പ്രില്ലിന് ആ 3.5 ഇഞ്ചിൽ തുണി വെട്ടിയതിന് ശേഷം അതെല്ലാം യോജിപ്പിക്കുക. ഓരോ പീസും അത് ചേർത്ത് യോജിപ്പിച്ചതിന് ശേഷം നമ്മൾ അതിന് സെൻറ്ററിൽ കൂടെ അടിച്ചിട്ട് പ്രില്ലിടുക കേട്ടോ. പ്രില്ലിടുന്നത് എങ്ങനെയാണെന്നറിയോ? പിന്നെ ഇതിൽ ഞാൻ ചെയ്തിരിക്കുന്നത് ലോങ് സ്റ്റിച്ച് ഇടുക. ലോങ് സ്റ്റിച്ച് ഇട്ടതിന് ശേഷം പിന്നെ നമ്മൾ അതിൻ്റെ നൂല് നല്ല ടൈറ്റ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നൂല് നമുക്ക് വലിഞ്ഞ് വരും. അപ്പോൾ വലിഞ്ഞ് സ്റ്റിച്ച് ചെയ്യുമ്പോൾ അത് പ്രില്ല് കറക്റ്റായി വരും. ഞാൻ അങ്ങനെയാണ് ഇപ്പോൾ ഇന്ന് പ്രില്ലിട്ടിരിക്കുന്നത് കേട്ടോ. നൂല് വലിച്ചിട്ടൊക്കെ ഇത്രയും ലോങ് നമുക്ക് നൂല് വലിച്ചിട്ടൊന്നും എത്തില്ല. അപ്പോൾ ഞാൻ അങ്ങനെ ഒരു ഇതാണ് ചെയ്തത്. നിങ്ങൾ ആദ്യമായിട്ടാണെന്ന് വെച്ചാൽ നിങ്ങളൊന്ന് നോക്കുക കേട്ടോ, തയ്ച്ചിട്ടൊക്കെ ഒന്ന് നോക്കുക. അങ്ങനെ ഒന്ന് തയ്ച്ച് നോക്കുക. അപ്പോൾ പ്രില്ല് കറക്റ്റായി വരുന്നുണ്ടോ എന്ന്. നെറ്റിലാവുമ്പോൾ നല്ല പ്രില്ല് വരുന്നുണ്ട്. ഞാൻ നോക്കിയപ്പോൾ എനിക്കത് നല്ല വൃത്തിയിൽ കിട്ടിയിട്ടുണ്ട് ആ ഒരു പ്രില്ല് അങ്ങനെ തയ്ച്ചപ്പോൾ കേട്ടോ. നമ്മുടെ ചാനൽ ഇതുവരെയും നമ്മുടെ വീഡിയോ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരാണെങ്കിൽ നമ്മളെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക കേട്ടോ. നിങ്ങൾ ആദ്യമായി കാണുകയെന്ന് വെച്ചാൽ നിങ്ങളെന്തായാലും നമ്മുടെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. പിന്നെ അതിന് ശേഷം നമ്മൾ ആ പ്രില്ല് അടിച്ച് മാറ്റി വെച്ചു കേട്ടോ. നിങ്ങൾക്ക് ആ പ്രില്ലിൻ്റെ അത് കാണിച്ചിട്ടില്ല, അത് കട്ടായി പോയിരിക്കണം. അപ്പോൾ ഞാൻ അതിൻ്റെ പിന്നീട് കാണിച്ചു തരുന്നതായിരിക്കും. ഇത് നമ്മൾ അതിൻ്റെ 2 സൈഡിലും ഉടുപ്പിന് വള്ളി കെട്ടാനുള്ളതാണ് തയ്ക്കുന്നത്. നമ്മൾ വള്ളി കെട്ടാളത് സൈഡ് തയ്ച്ചതിന് ശേഷം അത് മറിച്ചിടുക കേട്ടോ. അങ്ങനെ 2 വള്ളി നമ്മൾ റെഡിയാക്കി വയ്ക്കുക. കണ്ടോ, അപ്പോൾ നമ്മൾ 2 വള്ളി റെഡി ആയി. കണ്ടോ, പ്രില്ലിട്ടത് ഞാൻ അങ്ങനെ തയ്ച്ചിട്ടാണ് പ്രില്ലിട്ടിരിക്കുന്നത് കേട്ടോ. കണ്ടോ, അടിപൊളിയായിട്ടുണ്ട്. നല്ല തിക്കൻസിൽ വരുന്നുണ്ട്. ഞാൻ ഒന്നും കൂടി വലിച്ചടിക്കൊണ്ട് തുണി തയ്ഞ്ഞില്ല. 4 മീറ്റർ തുണി കൊണ്ടാണ് നമ്മളിത് തയ്ച്ചിരിക്കുന്നത് കുഞ്ഞുടുപ്പ്. ക്രൈപ്പ് തുണി അത്ര വേണ്ട കേട്ടോ. ക്രൈപ്പ് തുണി നമുക്കൊരു 2.5 മീറ്ററൊക്കെ മതി. കാരണം ഉള്ളിൽ ആ ഒരു പ്രില്ലിട്ട് കൊടുക്കണതാണ് ചെയ്തിരിക്കുന്നത്. പിന്നെ നമ്മൾ അതിൻ്റെ പിന്നെ ലെങ്ത്ത് എടുത്തിരിക്കുന്നത് കുഞ്ഞിന് 20 ഇഞ്ചാണ് എടുത്തിരിക്കുന്നത്. ആ 20 ഇഞ്ചിൻ്റെ താഴെ നമ്മളൊരു 4 ഇഞ്ച് കുറച്ചിട്ട് ക്രൈപ്പ് തുണി എടുത്തിട്ടുണ്ട്. ക്രൈപ്പ് തുണിയിൽ നിന്ന് അതൊന്നും 4 ഇഞ്ച് കുറച്ചിട്ട് ഉള്ളിലെ ലൈനിങ് എടുത്തിട്ടുണ്ട് കേട്ടോ. അങ്ങനെയാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നെറ്റ് മാത്രം നമ്മൾ ആദ്യം പ്രില്ലിട്ടിട്ട് തയ്ച്ചു കൊടുക്കുക. അതിന് ശേഷം ക്രൈപ്പ് തുണിയില്ലേ, ക്രൈപ്പ് തുണി നമ്മൾ ചെറിയ പ്രില്ലിട്ടിട്ട് തയ്ച്ചു കൊടുക്കുക. അപ്പോഴാണ് നമുക്ക് ലോങ് നല്ല വട്ടത്തിൽ കിടക്കുള്ളൂ. അതിന് ശേഷം നമ്മൾ ലൈനിങ് പിടിപ്പിക്കുക. ലൈനിങ്ങിൽ നിന്ന് ഒരു 2.5 ഇഞ്ച് താഴേക്ക് കേട്ടോ. നമ്മൾ വീഡിയോ നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കുക, കാരണം വീഡിയോയിൽ അത്രയും ഉൾപ്പെടുത്തിയിട്ടില്ല. അതുകൊണ്ടാണ് ഞാനിതൊക്കെ പറഞ്ഞു തരുന്നത്. ക്രൈപ്പ് ആ ലൈനിങ്ങിൽ നിന്ന് നമ്മൾ ആ ഒരു നെറ്റിൻ്റെത് പിടിപ്പിച്ചിട്ടുണ്ട്. അത് 3 ഇഞ്ചാണ് താഴേക്കാണ് പിടിപ്പിച്ചത്. അരവശത്തു നിന്ന് 3 ഇഞ്ച്. നമ്മുടെ വീഡിയോ നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കുക, അപ്പോഴാണ് നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ കേട്ടോ. അതെല്ലാം ഉൾപ്പെടുത്താൻ നിന്ന് കഴിഞ്ഞാൽ ലോങ് വീഡിയോ ഉള്ളൂ വിചാരിച്ചിട്ടാണ് നമ്മൾ അത്ര ഉൾപ്പെടുത്തിയിട്ടില്ല. കാരണം കുറച്ച് സമയം പിടിക്കും നമ്മൾ ഈ ഉടുപ്പ് ഇങ്ങനെയൊക്കെ തയ്ച്ച് വരാൻ. അപ്പോൾ ഒരേ വീഡിയോ എടുക്കാൻ പറ്റില്ല. അപ്പോൾ അത് വിചാരിച്ചിട്ടാണ്
ഇങ്ങനെ ചെയ്തിട്ട് ഇതിന് ശേഷം നമ്മൾ അതിൻ്റെ സൈഡ് അടിക്കുക കേട്ടോ. പിന്നെ ഒരു കാര്യം, പഫ് കയ്യാണ് വെച്ചിരിക്കുന്നത് കേട്ടോ. കുഞ്ഞ് പഫ് കയ്യാണ്, സാധാ പഫ് കയ്യാണ് വെച്ചിരിക്കുന്നത്. പഫ് കയ്യിൻ്റെ വീഡിയോ നമ്മളിതിൻ്റെ മുന്നേ ഇട്ടിട്ടുണ്ട്. അത് നിങ്ങൾ കാണാത്തവരാണെന്ന് വെച്ചാൽ നിങ്ങൾ കാണുക. അതുകൊണ്ടാണ് അപ്പോൾ കയ്യിൻ്റെ ഒന്നും അധികം നമ്മൾ ഉൾപ്പെടുത്താഞ്ഞത്. കണ്ടോ? എന്നതിന് ശേഷം ഞാൻ ഒരു ലൈസ് വാങ്ങിയിട്ട് അതിൻ്റെ സെൻറ്ററിലൊക്കെ ഒന്ന് ചെയ്തിട്ടുണ്ട്. കണ്ടോ? ഡിസൈൻ നോക്കി നോക്ക്. കണ്ട ആ സെൻറ്ററിലുള്ള ആ ഒരു തട്ട് നമ്മൾ അടിച്ച് ചേർത്തി കൊടുത്തതാണ് കേട്ടോ. പിന്നെ ബീഡ്സ് വർക്കും ഒന്ന് ചെയ്തിട്ടുണ്ട്. അടിപൊളിയായിട്ടുണ്ട്. നമുക്ക് കുറച്ച് സമയം എടുത്താലും നല്ല വൃത്തിയുള്ള നല്ല ചന്തമുള്ള ഉടുപ്പ്. തടിയില്ലാത്ത കുട്ടികളൊക്കെ ആണെന്ന് ഇതിങ്ങനെ ഇതൊക്കെ ചെയ്യുന്ന ഏറ്റവും ഈ ലൈനിങ് 3 ഒക്കെ ആകുമ്പോൾ നമുക്കത് നല്ല പൊങ്ങി കിടക്കുന്ന ഉടുപ്പായി മാറും കേട്ടോ. ഇങ്ങനെ ഈ ഒരു പ്രില്ല് ഒരെണ്ണം കൂടി തയ്ച്ചിട്ട് അതിൻ്റെ അരിവ് കൂടെ ഒന്നും കൂടി അടിച്ച് പിടിപ്പിച്ചാണ്ടല്ലോ ഉണ്ട പഫായിട്ട് കിടക്കും. അതിൻ്റെ വീഡിയോ ഞാൻ ഇനി ഒരു ദിവസം കാണിച്ചു തരാം കേട്ടോ. കണ്ടോ? നമ്മൾ ഉടുപ്പ് റെഡിയായി. എങ്ങനെയുണ്ട്? അടിപൊളിയായില്ലേ? നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായോ? പിന്നെ നമ്മളൊരു കാര്യം പറയാൻ പറഞ്ഞു കേട്ടോ. ഉടുപ്പുകളുടെ ഓർഡർ നമ്മൾ സ്വീകരിക്കുന്നതായിരിക്കും കേട്ടോ. അപ്പം ഇതിൻ്റെ നമ്പർ വാട്സാപ്പ് നമ്പർ ഇതിൽ കൊടുക്കുക, ഡിസ്ക്രിപ്ഷൻ കൊടുക്കുക. അതിൽ നമ്മൾ നേരിട്ട് കോൺടാക്ട് ചെയ്യുക വെച്ചാൽ നമ്മൾ ഇതുപോലത്തെ ഉടുപ്പുകൾ തയ്ച്ചു കൊടുക്കുന്നതായിരിക്കും കേട്ടോ. അത് പ്രത്യേകം പറയണു. നമ്മൾ ഇതുപോലെ ഉടുപ്പുകളൊക്കെ ഞാൻ തയ്ച്ചു കൊടുക്കാൻ തുടങ്ങിയിട്ടുണ്ട്. നമ്മൾ കടയിൽ നിന്നല്ലാതെ നമുക്കിങ്ങനെ ഓൺലൈൻ വഴി വരുന്ന ഓർഡറൊക്കെ നമ്മൾ സ്വീകരിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ നമുക്ക് അതിൻ്റെ എന്തൊക്കെ ഡീറ്റെയിൽ വേണമെന്നുള്ളത് നമ്മൾ വാട്സാപ്പിൽ നിങ്ങൾ കോൺടാക്റ്റ് ചെയ്യുക. അപ്പം നമ്മൾ അതിൻ്റെ ഡീറ്റെയിലൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമായിച്ചാൽ നിങ്ങൾ അതിൻ്റെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ പറയും. നിങ്ങൾക്ക് ഓൺലൈനാണെന്ന് വെച്ചാൽ കൊറിയർ വഴിയായാലും നിങ്ങൾക്ക് എത്തിക്കാവുന്ന രീതിയിൽ ഞങ്ങൾ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആ ഒരു സന്തോഷം നിങ്ങളെ അറിയിക്കണം. അപ്പം നമ്മളതിൻ്റെ ഈ ഉടുപ്പിൻ്റെ മോഡൽ നിങ്ങൾക്ക് ഇഷ്ടമായിച്ചാൽ നിങ്ങൾ തീർച്ചയായും നമ്മളെ കോൺടാക്റ്റ് ചെയ്യുക കേട്ടോ. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. പുതിയൊരു മോഡലുമായി പുതിയൊരു വീഡിയോ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം കേട്ടോ. കേട്ടോ, നിങ്ങൾക്ക് ഇഷ്ടമായില്ലേ? അത് നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക കേട്ടോ. നിങ്ങൾ നമ്മളെ വാട്സാപ്പ് നമ്പർ ഇതിൽ കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഏത് അളവിലാണ് വേണ്ടത് വെച്ചാൽ ആ ഡ്രസ്സിൻ്റെ മെസ്സേജ് നിങ്ങൾ എനിക്ക് അയച്ചു തരിക കേട്ടോ. എന്നാൽ നമ്മൾ ആ അളവിൽ തയ്ച്ചിട്ട് നിങ്ങൾക്ക് ഡെലിവറി ചെയ്യുന്നതായിരിക്കും.